രാമേന്ദ്ര സാറേ, ഈ യുദ്ധകാലത്ത് ഇന്ത്യക്കാർക്ക് താല്പര്യമുള്ള ഒരു കാര്യം, ഇറാനും ഇന്ത്യയും തമ്മിൽ പാരമ്പര്യ ബന്ധത്തെക്കുറിച്ച് സംസ്കാരത്തിലും ചരിത്രത്തിലൊക്കെ ചില വാക്കുകൾ, ഇപ്പോൾ ആര്യൻസും ഇറാനിയൻസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ നമ്മുടെ പാർസികൾ പേർഷ്യനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇതിനിടയിൽ കേൾക്കുന്ന ഒരു വാർത്ത, ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖാംനയി, അദ്ദേഹത്തിൻ്റെ കുടുംബപരമായി ഇന്ത്യയുമായി ഡയറക്റ്റ് ബന്ധമുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒരു പക്ഷേ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല നമ്മുടെ പ്രേക്ഷകരോട്. അതെനിക്ക് തോന്നുന്നു അത് പറയാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ മലയാളത്തിൽ ഇപ്പോൾ രാമേന്ദ്ര സാറിന് തന്നെ പറ്റുള്ളൂ. ഒന്ന് പറഞ്ഞു കൊടുക്കൂ ജനങ്ങളോട്. ഞാൻ പറയുന്നത് BBC ലേഖകൻ ബക്കർ മോയിൻ തുരന്നെടുത്തിട്ടുള്ള വിവരങ്ങളാണ് ഈ പറയുന്നത്. അതായത് ഖമനയുടെ മുത്താപ്പ എന്നല്ലേ പറയുന്നത്, ഗ്രാൻഡ് ഫാദർ, മുത്തച്ഛൻ, വല്യപ്പ, അദ്ദേഹം ഉത്തർപ്രദേശിലെ ബാരാബങ്കിക്കാരനാണ്. യു പിയിലെ ബാരാബങ്കിക്കാരനാണ് എന്ന് പറഞ്ഞാൽ വല്യപ്പ ഇന്ത്യക്കാരനാണ് ഖമനയുടെ. പിന്നീട് അങ്ങോട്ട് പോയി സെറ്റിൽ ചെയ്താണ്. ആ കഥ പറയാം. അതായത് ഈ വല്യപ്പയുടെ പേര് സയ്യദ് അഹമ്മദ് മുസാവി ഹിന്ദി. ഹിന്ദി എന്ന് പേര് തന്നെ ഉണ്ട്. ഹിന്ദി എന്ന് പേരിൽ അദ്ദേഹം പിന്നീട് ചേർത്തത് ഇന്ത്യയിലെ വേരുകൾ സൂചിപ്പിക്കാനാണ്. അന്തസ്സുള്ളൊരു പണിയുമാണ് അറബ് ലോകത്ത്. അതെ, ഹിന്ദ് എന്നുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ ഹിന്ദ് എന്ന് ഖുറാനിലും പറയുന്നുണ്ടല്ലോ. അപ്പോ സയ്യദ് അഹമ്മദ് മുസാവി ഹിന്ദി ആണ് വല്യുപ്പ. അപ്പോൾ അദ്ദേഹം ബാരാബങ്കിയിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പേരിൽ ഹിന്ദി എന്ന് ചേർത്തത്. 1830 അദ്ദേഹം ബാരാബങ്കി വിട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വല്യുപ്പയുടെയും ബാപ്പ ഈ ദിൻ അലി ഷാ 1700കളിൽ ഇന്ത്യയിൽ നിന്ന് മധ്യ ഇറാനിലൊക്കെ തീർത്ഥാടനം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഉപ്പാപ്പയുടെ കാലത്തും മറ്റേ പേർഷ്യയാണല്ലോ ബന്ധമൊക്കെ ഉണ്ട്. 1800 ഈ അഹമ്മദ് ബാരാബങ്കിക്ക് അടുത്തുള്ള അവരുടെ വീട്ടിൽ ജനിച്ചത്. 1800 ഈ വല്യുപ്പ ജനിച്ചത്. ലക്നൌവിൽ നിന്ന് 30 കിലോമീറ്ററാണ് ബാരാബങ്കിക്ക്. അപ്പോൾ പണ്ഡിതനായിരുന്നു അദ്ദേഹം, ഇസ്ലാമിക പണ്ഡിതൻ അഹമ്മദ് മുസാവി. അതെ, സയ്യദ് അഹമ്മദ് മുസാവി പണ്ഡിതനായിരുന്നു, അറബി പണ്ഡിതനൊക്കെ ആയിരുന്നു. 1830 നജാഫില് അലിയുടെ ഖബർ കാണാനായിട്ട് പോയി. അലി ഷിയ നാലാം ഖലീഫ അലിയുടെ ഖബർ കാണാനായിട്ട് 1830 പോയി. ഏതാണ്ട് 1834 ആയപ്പോൾ ഖുമൈൻ എന്ന് പറഞ്ഞ പേർഷ്യയിലെ നഗരത്തിൽ ഒരു വീട് വാങ്ങി അവിടെ താമസിക്കാൻ തുടങ്ങി. ഖുമൈൻ. അപ്പോ അദ്ദേഹം 3 നിക്കാഹ് ചെയ്തിരുന്നു ഈ വല്യുപ്പ. അതില് 5 കുട്ടികൾ. ആ 5 കുട്ടികളില് മുസ്തഫ എന്ന് പറഞ്ഞ ആളാണ് ഖമനയുടെ ബാപ്പ. 5 മക്കളിൽ ഒരാളാണ് മുസ്തഫ, അയാളുടെ മോനാണ് ഖമനയി. അപ്പോ മുസ്തഫ ജനിച്ചത് 1902 ഖമനയുടെ ബാപ്പ ജനിച്ചത് 1902. ഈ അഹമ്മദി ഈ വല്യുപ്പ 1869 വരെ ജീവിച്ചു. മയ്യത്തായ ശേഷം കർബലയിലാണ് ഖബറടക്കിയത്. അവരുടെ പുണ്യസ്ഥലമാണ് കർബല. അതെ, ഖബറടക്കിയത്. ഇതാണ് ഇന്ത്യയിലെ ഖമനയുടെ വേരുകൾ എന്നുള്ള അത്ഭുതകരമായ വാർത്തയാണ് കേട്ടോ. കാരണം അധികം പേരും, എനിക്ക് തോന്നുന്നു നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇതുവരെ അത് പറഞ്ഞിട്ടില്ല, റിവീൽ ചെയ്തിട്ടില്ല. നല്ല കണ്ടെത്തലാണ്. BBC ആണോ അത് റിപ്പോർട്ട് ചെയ്ത്? BBCയുടെ ബക്കർ മോയിൻ എഴുതിയൊരു ലേഖനത്തിൽ ഉള്ളതാണ്. അപ്പൊ ഇതൊന്നും അല്ലാതെ ഈ വിപ്ലവത്തിന് ശേഷം അദ്ദേഹം കർണാടകയിൽ വന്നിട്ടുണ്ട്. ഖമനയി അറിയാമോ? ഇല്ല. കർണാടകത്തിൽ വന്നതിന്റെ ചിത്രമുണ്ട്.
അദ്ദേഹത്തിൻ്റെ തന്നെ ഈ പോസ്റ്റുകളിൽ ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആ വക കാര്യങ്ങളും കൂടി പറയാം. ശ്രീനഗറിലും വന്നിരുന്നു ഗമനി, കാശ്മീരിൽ വന്നിരുന്നു വിപ്ലവത്തിന് ശേഷം 1979 വിപ്ലവത്തിന് ശേഷം. അദ്ദേഹം ഇപ്പോൾ കർണാടകയിലെ ചിക്കബെല്ലപൂർ ഗ്രാമം ഗമനൈ മരിച്ചു കഴിഞ്ഞപ്പോൾ 3 ദിവസം ദുഃഖാചരണം ഉണ്ടായിരുന്നു. ആലിപ്പുര എന്ന് പറഞ്ഞ ഗ്രാമമാണ് പ്രോപ്പർ അവിടെ. അപ്പോൾ അവിടെ 25,000 പേര് താമസിക്കുന്ന ഗ്രാമമാണ്. 90% അവിടെ ഷിയാകളാണ് ഉള്ളത്. 1981 ഗമനൈ അവിടെ വന്നത്. 79 വിപ്ലവം. അന്ന് വരുന്ന സമയത്ത് 41 വയസ്സാണ്. ഔട്ട്റീച്ച് ഉണ്ടല്ലോ, ഷിയ ഔട്ട്റീച്ച് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വന്നതാണ്. അതിനെപ്പറ്റി ഗമനൈ എഴുതിയിരിക്കുന്നത്, വിപ്ലവാരംഭത്തിൽ ഞാൻ ഇന്ത്യയിലെത്തി. വിപ്ലവവും ഇമാം ഖൊമൈനിയും ഞങ്ങൾക്ക് മുമ്പേ അവിടെ എത്തിയിരുന്നു. വന്നിട്ടുണ്ട്. ഖൊമൈനിയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ, ആ പേര് ഇവിടെ പ്രശസ്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വിപ്ലവവും ഖൊമൈനിയും, ആ ഖൊമൈനിയുടെ സന്ദേശങ്ങൾ, ആ പേരുമൊക്കെ ഇവിടെ പ്രചാരത്തിലുണ്ട് എന്നുള്ള അർത്ഥം. ഇന്നും അത് സത്യമായി നിൽക്കുന്നു. ഇമാമിൻ്റെയും വിപ്ലവത്തിൻ്റെയും സന്ദേശം ആ വിശുദ്ധ മനുഷ്യരുടെ കൂട്ടത്തിൽ കണ്ടു എന്ന് 2020 അദ്ദേഹം ഒരു കുറിപ്പിട്ടിരുന്നു ഗമനൈ അവസാന കാലത്ത്. അപ്പോൾ ഈ ഇറാൻ ഇവിടെ ഈ പറഞ്ഞ സ്ഥലത്ത് ആലിപ്പുരയിൽ ഒരു ആശുപത്രി പണിതിരുന്നു. ഒരു സംയുക്ത സംരംഭം ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന്, ഈ ആലിപ്പുരയിൽ നിന്ന് ഇറാനിലെ മദ്രസകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കാൻ ആളുകൾ പോകാറുണ്ട്. ടെഹ്റാനിലും മഷാദിലുമൊക്കെ ധാരാളം ആളുകൾ ഈ ആലിപ്പുര ഗ്രാമത്തിൽ നിന്ന് പോയവരുണ്ട്. ഈ ശ്രീനഗറിലും ഈ സമയത്ത് 1980-81 സമയത്ത് ഗമനൈ ചെന്നിരുന്നു. അപ്പോൾ കശ്മീരിൽ 2 ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിരുന്നു. അവിടെ ഷിയാകൾ ക്ഷുഭിതരായില്ല. അപ്പോൾ ഇതിൽ നെഹ്റുവിൻ്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വായിച്ചതായിട്ട് ഗമനൈ നേരത്തെ കുറിപ്പിട്ടിട്ടുണ്ട്. നെഹ്റുവായിരുന്നു ഗമനയുടെ ഒരു മാതൃക എന്ന് പറയാം. പിന്നെ ജെയിൻ ഓസ്റ്റിൻ്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്, അതിൻ്റെ സമ്മറി, ഇംഗ്ലീഷ് സമ്മറി വായിച്ചതായിട്ടും ഗമനൈ പറഞ്ഞിട്ടുണ്ട്. റൊമാൻസും ഉണ്ട്, എല്ലാ അർത്ഥത്തിലും സാഹിത്യമുണ്ട്. 2013 ഓഗസ്റ്റ് 6 ഇദ്ദേഹം എഴുതിയൊരു കുറിപ്പ് ഗമനൈ, നെഹ്റുവിൻ്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വായിക്കും മുമ്പ്, കോളനീകരണത്തിന് മുമ്പ് ഇന്ത്യ ഇത്രയും വികസിച്ചിരുന്നു എന്നറിഞ്ഞിരുന്നില്ല. നെഹ്റുവിൻ്റെ പുസ്തകം വായിച്ചപ്പോഴാണ് നമ്മൾ ഇന്ത്യ ഈ ബ്രിട്ടനൊക്കെ വരുന്നതിന് മുമ്പ് സമൃദ്ധമായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പോൾ അറബിക്കിൽ നിന്ന് ഫാഴ്സി ഭാഷയിലേക്ക് കുറെ പുസ്തകങ്ങൾ പരിഭാഷ ചെയ്തിട്ടുണ്ട് ഗമനൈ. പരിഭാഷകനൊക്കെയാണ്. ഷൊളക്കോവ്, ടോൾസ്റ്റോയ്, ഇവരെ പറ്റിയൊക്കെ നല്ല പരിചയമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് എഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ വേറൊരു ഗമനയെ ഇപ്പൊ പരിചയപ്പെട്ടില്ല. തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തനായ ഒരു ഗമനയെ, സാഹിത്യമായിട്ട്, വായനയുമായിട്ട്, അക്ഷരങ്ങളൊക്കെ ആയിട്ട്, ഇന്ത്യയുമായിട്ട് ഒക്കെ ആത്മബന്ധമുള്ള ഒരു ഗമനയെയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഇത് പറഞ്ഞു വന്നപ്പോൾ ചേർക്കാവുന്നൊരു കാര്യം, ഈ അലിപ്പൂരൽ എന്താണ്, അലിബാപ്പൂർ, അവിടുത്തെ സുൽത്താൻ ആദിൽ ഷാ വലിയ ഷിയ ചക്രവർത്തിയായിരുന്നു. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് പോലും അദ്ദേഹത്തിൻ്റെ ജനതയിലും സദസ്സിലും സഭയിലും സൈന്യത്തിലും വലിയ തോതിൽ ഷിയാക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ പിന്നീട് ഈ ഷിയ ഉന്മൂലനത്തിൻ്റെ വലിയ തിയറി വന്നല്ലോ. സുന്നി ഷിയ ആക്രമവും അതിക്രമവും വലിയ വഴക്കും ഒക്കെ വന്നൊരു കാലത്താണ് ഷിയാക്കൾ ഭയപ്പെട്ട് ചുരുങ്ങിപ്പോയത്. അപ്പോൾ അങ്ങനെ ഒരു കാലത്താണ് ഇദ്ദേഹം ആ പ്രദേശത്തെ, ഇപ്പോഴും അവിടെ ഇപ്പോൾ ദുഃഖാചരിച്ചു പറഞ്ഞാൽ ശരിയാണ്, ഷിയാക്കളുടെ ഒരു മൗനമായിട്ടാണെങ്കിലും ഷിയാക്കളുടെ ഒരു വേവ് ഉണ്ടല്ലോ,
അത് എല്ലാ രാജ്യത്തും ഉണ്ട്, ഇന്ത്യയിലെമ്പാടും ഉണ്ട്. കാശ്മീർ തൊട്ട് കർണാടക വരെയുണ്ട്, കേരളത്തിൽ പോലും ഉണ്ടല്ലോ. ആദിൽ ഷാമാര് പലരില്ലേ, ഒരു വംശമല്ലേ അത്? അതെ, ഒരു വംശം. അതെ, കുറെ കാലം ഒരു കാലത്ത് വിജയനഗര സാമ്രാജ്യത്തിന്റെ കൂടെ നിന്നിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. പിന്നെ കാലുവാരി എന്നും വായിച്ചിട്ടുണ്ട്. എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷെ എനിക്ക് അന്ന് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ഈ നമ്മുടെ സാമൂതിരിയെ സഹായിക്കാൻ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം ഒക്കെ, അയാൾ സുന്നി നേതാവാണ്, സുന്നി ആത്മീയ നേതാവ്. പക്ഷേ അക്കാര്യത്തിൽ ആലിപ്പൂർ സുൽത്താൻ്റെ, ഈ സുൽത്താൻ ആദിൽ ഷായുടെ, അതിൻ്റെ തെളിവെന്താ, ആദിൽ ഷായുടെ പിന്തുണ കൂടി ഇവർക്ക് സൈനുദ്ദീൻ മക്തൂമിന് കിട്ടിയിരുന്നു എന്ന് ഞാൻ വായിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, റൂഫത്തുൽ മുജാഹിദീൻ സാറിന് അറിയാലോ, അറബിയിൽ എഴുതപ്പെട്ട കേരളത്തിൻ്റെ ആദ്യത്തെ ചരിത്രം, ആ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് സുൽത്താൻ ആദിൽ ഷാക്കാണ്. അതിൻ്റെ ഏറ്റവും വലിയ മാതൃകയായിട്ട് കാണുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സുന്നി നേതാവിൻ്റെ പുസ്തകം സമർപ്പിക്കുന്നത് അക്കാലത്തെ വലിയൊരു ഷിയ സുൽത്താനാണ്. ആ പുസ്തകത്തിൽ നമ്മുടെ സുൽത്താനാണ് സാമൂതിരി എന്നും കറക്റ്റായിട്ട് പറയുന്നത്. അതാ ശരിയായ ഒരു ഇന്ത്യൻ കാഴ്ചപ്പാടാണ്, ഒരു ഇന്ത്യൻ മുസ്ലിമിൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇത്തരത്തിലുള്ള ഒരുപാട് ചിന്തയുടെ ജാലകങ്ങൾ തുറക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ അലി ഖാംനയിയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞത്. തീർച്ചയായിട്ടും സാർ അത് കണ്ടെത്തി പറഞ്ഞത് ചരിത്രത്തിൽ താല്പര്യമുള്ളവർക്ക്, സംസ്കാരത്തിൽ താല്പര്യമുള്ളവർക്ക്, ഈ കേവലം യുദ്ധങ്ങളാണ് ചരിത്രം എന്ന് വിചാരിക്കുന്നവർക്ക് ഒക്കെ ഒന്ന് മനസ്സ് വിശാലമാക്കാനും, യുദ്ധവാർത്തകൾക്കിടയിൽ കൗതുകം നിറഞ്ഞ ഒരു സാംസ്കാരിക വാർത്ത, ചരിത്ര വാർത്ത പ്രേക്ഷകരോട് പങ്കിടാനും ഒക്കെ സാധിച്ചതിൽ നമുക്ക് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.